എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, നാം ചായ കുടിക്കുമ്പോൾ ചിലയിടങ്ങളിൽ ടീ ബാഗ് കണ്ടിട്ടുണ്ട്. അതായത് നല്ല ചൂടുള്ള പാലിലേക്ക് ഈ ടീ ബാഗ് ഇട്ട് തരും, നിങ്ങളത് മുക്കി ഇരിക്കും. അപ്പോൾ അതിൽ നിന്ന് ആ ചായക്കറ അങ്ങോട്ട് ഇറങ്ങും, ചായ ഇറങ്ങും. അപ്പോൾ നിങ്ങൾ കുറച്ച് കഴിയുമ്പം ഒരു സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ അത് ഞെക്കി നല്ലതുപോലെ കടുപ്പം വരാൻ വേണ്ടി കുറേ വെയിറ്റ് ചെയ്ത് നിങ്ങളത് കഴിഞ്ഞ് കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്തൊരു വലിയ ആപത്ത് ഒളിച്ചിരിപ്പുണ്ട്. പല യൂണിവേഴ്സിറ്റികളും ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് തിളച്ച പാലിലേക്ക് നിങ്ങൾ ഈ ടീ ബാഗ് ഇടുമ്പോൾ ചായ അതിൽ അലിഞ്ഞു ചേരും. അതിനോടൊപ്പം തന്നെ നാനോ പ്ലാസ്റ്റിക്കും മൈക്രോ പ്ലാസ്റ്റിക്കും, അതായത് ഇത് മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രം നോക്കിയാൽ കാണാവുന്ന തീരെ ചെറിയ കണങ്ങളാണ്, അത് ഈ ചായയുടെ കൂടെ നിങ്ങൾ അകത്താക്കും. അങ്ങനെ നിങ്ങളുടെ രക്തത്തിൽ കലരും, അത് ബ്രെയിനിലും ഒക്കെ പോകും. പുതിയൊരു ഗവേഷണം പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ 1 സ്പൂണോളം മൈക്രോ പ്ലാസ്റ്റിക് എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ കിട്ടുമെന്നാണ് പറയുന്നത്. കാരണം അത്രയും നമ്മൾ ഫുഡ് കണ്ടാമിനേഷൻ വഴിയും ഇതുപോലെയുള്ള പലതരം ദോഷകരമായിട്ടുള്ള ഈ മൈക്രോ പ്ലാസ്റ്റിക്കും നാനോ പ്ലാസ്റ്റിക്കും ഒക്കെ പലതരത്തിൽ നമ്മുടെ ശരീരത്തിനകത്ത് ചെന്നുപോയി. അത് പലപ്പോഴും സംഭവിക്കുന്നത് ഫുഡ് പൊതിഞ്ഞുകൊണ്ട് വരുന്നത് പാക്കറ്റായിട്ടുള്ള ഫുഡ്, അത് നമ്മൾ വലിച്ച് കീറുമ്പോൾ തന്നെ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങൾ ഫുഡിനകത്തോട്ട് വീഴുന്നുണ്ട്. ഇതെല്ലാം മൈക്രോയാണ്, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ പ്രധാനമായിട്ടുള്ളത് ചൂയിങ്കം. ഈ ചൂയിങ്കം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് റബ്ബറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇലാസ്റ്റിസിറ്റി ഉണ്ട്, അതിനോടൊപ്പം പ്ലാസ്റ്റിക്കും ഉണ്ട്, പ്ലാസ്റ്റിക് പോളിമർ കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ അതും നമ്മൾ സ്ഥിരമായിട്ട് വായിൽ അത് ചവയ്ക്കുമ്പോൾ മൈക്രോ പ്ലാസ്റ്റിക്കും നാനോ പ്ലാസ്റ്റിക്കും കൂടെ ശരീരത്തിലേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. കാരണം അത് പല ആന്തരിക അവയവങ്ങളെയും തകരാറിലാക്കും. അതുപോലെ തലച്ചോറിലെത്തി പലതരം ഹോർമോൺ വ്യത്യാസങ്ങളും നിങ്ങളുടെ മനസ്സ് തന്നെ അപ്പാടെ മാറിപ്പോകും. കാരണം ദോഷകരമായിട്ടുള്ള രീതിയിലേക്കാണ് ഈ നെർവ് സെല്ലിനെ എല്ലാം ബാധിക്കാനുള്ള ഒരു ശക്തി ഈ മൈക്രോ പ്ലാസ്റ്റിക്കുണ്ട്. അത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, പലയിടത്തും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ഒഴിവാക്കേണ്ട 2 കാര്യമാണെന്ന് പറഞ്ഞത്, ചായക്ക് നിങ്ങൾ സാധാരണ രീതിയിൽ പ്രോസസ്സ് ചെയ്ത ചായക്കടയിൽ നിന്നും ചായ കുടിക്കുക, അല്ലാതെ ടീ ബാഗ് ഉപയോഗിച്ചുള്ള ചായ കുടിക്കരുത്. അതുപോലെ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, ചൂയിങ്കം ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. കുട്ടികൾക്ക് വേണ്ടി ഇറക്കുന്ന ചില ഫുഡ് ഒക്കെയുണ്ട്, അതിലൊക്കെ അതിൻ്റെ സ്ട്രക്ചർ പോകാതിരിക്കാൻ വേണ്ടി, അത് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ചെറിയ അളവ് അതുണ്ട്, അത് വെച്ച് ഉണ്ടാക്കുന്നുണ്ട് പലതും. അങ്ങനെ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരിക, നമ്മുടെ ആരോഗ്യം തകരാറിലാക്കാതെ ശ്രദ്ധിക്കുക.